ഇപ്പൊ അത്യാവശ്യമായിട്ട് മീറ്റിംഗ് വിളിച്ചതിന്റെ കാര്യം ചിലർക്കൊക്കെ അറിയാമെന്ന് കരുതുന്നു. കൂടുതൽ കാര്യങ്ങൾ വിവരിക്കാനായിട്ട് ഞാൻ പ്രസിഡന്റിനെ ക്ഷണിച്ചോളുന്നു. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം അനുസരിച്ച് തുടങ്ങി വെച്ച പ്രോഗ്രാമിലാണ് നമ്മൾ പ്രസിഡന്റ് കാര്യത്തിലേക്ക് വാ. അതെന്നെ പ്രസിഡന്റെ. എക്സിക്യൂട്ടീവ് കമ്മിറ്റി പറഞ്ഞതനുസരിച്ച് വൈസ് പ്രസിഡന്റും പ്രോഗ്രാം കൺവീനറുമായ പ്രദീപിനെ എല്ലാ സ്ഥാനമാനങ്ങളിൽ നിന്നും പുറത്താക്കിയിരിക്കുക. ഞങ്ങൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉള്ളതാ. ഞങ്ങൾ അറിയേണ്ട എന്ത് മീറ്റിംഗ് അവിടെ? നിങ്ങൾക്ക് ഇപ്പൊ അതൊന്നും അല്ലല്ലോ കാര്യം. കോറം തികഞ്ഞ മീറ്റിംഗ് പാസ്സാക്കിയതാ. അതൊക്കെ പള്ളി പോയി പറഞ്ഞാൽ മതി. അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതി. ഇതേ പ്രതിയെ പോലെ ഒരു ക്രിമിനലിനെയാണ് കമ്മിറ്റിയിൽ വെക്കേണ്ടത്. തീരുമാനിച്ചാൽ മതിയോ? ക്രിമിനൽ അതെ, പ്രതി നിരപരാധിയാണോ? പ്രതി നിരപരാധിയാണ്. നിങ്ങൾ ഇങ്ങനെ കടിപിടി കൂടാതെ പെട്ടെന്ന് മീറ്റിംഗ് തുടങ്ങാൻ നോക്കി. വേറെ ഒന്നുമില്ല, ബാക്കിയുള്ള പരിപാടികൾ നാളെ മുതൽ നടത്താനാണ് തീരുമാനം. അല്ല, ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഈ പരിപാടി നടത്തണം? പിന്നെ നടത്താതെ നാട് മുഴുവൻ പിരിച്ചതാ. ആരെ സമാനം പറയും? അതല്ല കൃഷ്ണേട്ടാ, രേണുക നമ്മുടെ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നല്ലേ, അതുകൊണ്ട് ലളിതമായിട്ടുള്ള ഒരു പരിപാടി നടത്തിയ പോരെ? പോരാ, ഇപ്പോൾ ഉള്ള പരിപാടികൾ ക്യാൻസൽ ചെയ്തിട്ട് ബാക്കിയുള്ള പരിപാടികൾ നടത്തും. അത്ര എന്നാ നിങ്ങൾ നടത്തിക്കോ. അല്പമെങ്കിലും മനുഷ്യത്വം വേണം. വാടാ, അവർ നടത്തട്ടെ. പക്ഷേ ഇതിന് പുറകിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരുണ്ടെന്നാ? മാന്യനായിട്ട് നടക്കണ ചിലവരൊക്കെ ഉണ്ട് ഇവിടെ. പറ. തെമ്മാടിത്തനം കാണിച്ച് അഴിക്കുള്ളിലായവനെ ഞങ്ങൾ ഈ നാട്ടിൽ കാലുകൊന്നിക്കില്ല. ഒക്കാരത്തിന് വന്നിരിക്കുന്നു കുറെ ചെങ്ങാതിമാര്. വൈകിട്ട് അങ്ങാടിയിൽ ദീപം തെളിയിക്കുന്നുണ്ട് ഒരു കുട്ടിയുടെ ജീവന് വേണ്ടിട്ട്. വന്ന കാണാ. വാടാ. എന്താണ് എന്ത് കണ്ടിരിക്കുക? താല്പര്യമുള്ളവർ എഴുതാ മതി. ഞാൻ ഈ പരിപാടി നടത്തിയിരിക്കും. എനിക്ക് പ്രസിഡന്റ് അല്ല. ഓ, അവന്മാരങ്ങ് കത്തിക്കട്ടെ. ഒക്കലും താത്തലൊക്കെ കഴിഞ്ഞെന്നാ തോന്നുന്നത്. ആ മെമ്പറെ, ആളങ്ങ് സജീവമാണല്ലോ അല്ലേ? അതെ, ഞാൻ കത്തിച്ചത് പ്രദീപൻ നിരപരാധിയാവട്ടെ എന്ന് പ്രാർത്ഥിച്ചോണ്ടാ. ഞങ്ങളതങ്ങ് വെള്ളം കൂട്ടാതെ വിഴുങ്ങി. ഇതിലിപ്പോ ആരാ? ഓന്ത് രമേശൻ?